ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പെട്രോൾ പമ്പിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണാർക്കിൽ നിന്ന് നമ്മളിപ്പോൾ ചൂസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ബാലസോറിലേക്ക് പോകാനായിട്ടാണ്. ബാലസോറിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഒരു 2-3 കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കോൺടാക്റ്റിൽ ഇന്ന് എന്തായാലും ആ ചേട്ടന്മാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. ആ ചേട്ടന്മാർ അവിടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അയച്ചെന്ന് ചേട്ടനും പറഞ്ഞാൽ അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വിളിച്ചു നോക്കിയിട്ട് ബാലസോറിലാണ് അവരുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോണ വഴിക്ക് അവിടെ പോയി ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെ നേരെ നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്കുള്ള റൂട്ട് കയറണം. ഏകദേശം ഇനി ഒരാഴ്ചയിൽ തന്നെ നമ്മൾ കൊൽക്കത്ത എന്തായാലും എത്തും. ഇവിടെ നിന്ന് ആകെ 400-400 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. ഒരാഴ്ചയിൽ അടുത്ത ആഴ്ച എന്തായാലും കൊൽക്കത്ത ആയിരിക്കും. അങ്ങനെ നമ്മൾ നിന്നേച്ച പമ്പിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന വഴിക്ക് ഒരു ചേട്ടനൊരു ചെറിയ കടയൊക്കെ ഇട്ടിട്ട് ഇവിടെ എന്താ ഉള്ളത് നോക്കാൻ വേണ്ടി കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോഴേക്ക് ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി എന്ന് പറഞ്ഞാലും ഇഡ്ഡലി ചാട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും മിക്സറും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കഴിച്ചിട്ട് വേണം. കുട്ടൂസൻ അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടൂസനെ എടുത്തിട്ട് ഇനി നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ബാലസോറിൽ ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ ഇതേപോലെ തന്നെ സൈക്ലിസ്റ്റാണ്. ഒഡീഷയിൽ തന്നെയുള്ള. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 12 മണിയൊക്കെ എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ ബാലസോർ വരെ പോകണമെന്ന് ഈ ഹൈവേ തന്നെ ആയിരിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ രാത്രി വഴി പോകാനായിട്ട് ഇത്തിരി കുറച്ച് പാടാണ്. കാരണം രാത്രി അങ്ങനെ പെട്ടെന്നൊന്നും ഓരോ സ്ഥലങ്ങളൊന്നും എത്തിപ്പെടില്ല. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോടും പറഞ്ഞ് രാത്രി വഴി യാത്ര ചെയ്യേണ്ട, പരമാവധി നിങ്ങൾ ഒരു 5 മണി 6 മണി വരെയൊക്കെ എത്തിയിട്ട് എവിടെയെങ്കിലും സ്റ്റേ അടിച്ചോ. ആൾക്കാരുള്ളവിടെ തന്നെ നിന്നോ. ആൾക്കാരുള്ളവിടെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ ഒരു പ്രശ്നത്തിനും വരാനൊന്നുമില്ല. പക്ഷേ രാത്രി നിങ്ങൾ ഈ റൂട്ടിൽ കൂടി ട്രാവൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ എന്തായാലും ഇന്നൊരു 5 മണി 6 മണി വരെ ട്രാവൽ ചെയ്തിട്ട് ബാക്കി നാളെയും കൂടി ഈ സൈക്കിൾ ഓട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലസോറിലെത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള സ്ഥലത്തോട്ട് ഇനി നമ്മൾ ബാലസോറിലേക്കാണ്. ബാലസോറിലേക്ക് ഇനി 133 കിലോമീറ്റർ. അതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് നമുക്ക് വെറും ഇനി 374 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും നമ്മൾ കൊൽക്കത്തയിലായിരിക്കും. കൊൽക്കത്തയിൽ നിന്നാണ് നമ്മൾ നേരെ ഡാർജിലിംഗ് പോകാൻ വേണ്ടി പോകുന്നത്. ഡാർജിലിംഗ് പോയിട്ടായിരിക്കുള്ളൂ തിരിച്ച് നമ്മൾ നേപ്പാളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വന്നോയ്ക്ക് ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. 2 മണിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ റൈഡറാണ്. അപ്പോൾ ഈ ചേട്ടൻ നല്ല രീതിയിൽ കുറേ സ്ഥലങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ പറയണത് അങ്ങോട്ട് പോകാൻ നേരത്ത് ശ്രദ്ധിക്കണം. നേപ്പാൾ ഭാഗങ്ങളിലെല്ലാം മഴയൊക്കെ വന്നിട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകാൻ നേരത്ത് നല്ലോണം ശ്രദ്ധിച്ചോണം പോകാനെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറച്ച് കോൺടാക്റ്റുകളൊക്കെ ഇപ്പോൾ ഈ ചേട്ടൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാം. नेम सूरज सूरज मेरा इंस्टाग्राम का आईडी है. ठीक है. അപ്പോൾ എന്തായാലും കണ്ടുപിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചേട്ടൻ നമ്മളേക്ക് അവിടെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു दार्जिलिंग जाएंगे. मेरे को वो इंस्टा में मैसेज कर लेना. वो मेरा बंदा है कि उधर पे है. मेरा जितना सपोर्ट होगा मैं कर दूंगा. ठीक है. ओके, थैंक यू. ठीक है. वो हिमाचल का बता जो साइड का है ना, वो उधर भी खराब मौसम है. नहीं तो उधर का मेरा दोस्त है उधर पे, वो भी हेल्प कर सकता है. मतलब डैम का टूटा वजह से मैं हेल्प नहीं कर सकता. और दार्जिलिंग में मैं आपका हेल्प कर सकता हूँ. पक्का हेल्प कर सकता हूँ. ओके, थैंक यू. ठीक है. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണിയൊക്കെ എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഹൈവേ കൂടിയൊക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാളെ ബാലസോർ എത്തുക എന്നുള്ളതാണ്. ബാലസോറിൽ ഇപ്പോൾ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഫുള്ള് ഹൈവേ കൂടി വേറെ ഒന്നും നിർത്താണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടും കുറച്ച് വില്ലേജുകളും അതുപോലെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ അവസ്ഥയിൽ ഫിനാൻസ് മൊത്തം തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ ബാലസോറൊന്ന് എത്തിപ്പെടുക. അവിടെയുള്ള കോൺടാക്റ്റിൽ എല്ലാ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്രയുടെ റൂട്ടുകളും അതുപോലെ തന്നെയുള്ള ബാക്കി കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എല്ലാം അവിടെ നിന്ന് ഇനി റെഡിയാക്കിയിട്ട് വേണം യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 4:30 കഴിഞ്ഞ്. അപ്പോഴേക്കും നമ്മളിന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നവഴിക്ക് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോഴേക്കും എന്നാൽ മീൽസ് വല്ല കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കയറിയതാണ്. ഇപ്പോൾ ഒഡീഷ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ആ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരള റൈസ് തന്നെയാണ് സെയിം. അപ്പോൾ ഇതിന് മുമ്പ് ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ചെറിയ വേറെ റൈസായിരുന്നു. കർണാടകയിലാണെങ്കിൽ വേറെ റൈസാണ് അവർ യൂസ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഒഡീഷ കയറി കഴിഞ്ഞിട്ട് ഒഡീഷയിൽ നിന്ന് ഞാൻ ഊണഴിക്കാൻ വേണ്ടി പോകണം. അവിടുത്തെ നിന്ന് എല്ലായിടത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സെയിം റൈസ് തന്നെയാണ്. അതുപോലെ തന്നെ കറികളാണെങ്കിലും എല്ലാം നമ്മുടെ അവിടുത്തെ സെയിം ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതിപ്പോൾ
ഫിഷ് മീൽസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫിഷ് മീൽസ് ഇവിടെ ആകെ 70 രൂപ ഉള്ളൂ. അങ്ങനെ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 6 മണിയൊക്കെ ആവാറായപ്പോഴേക്കും നമ്മൾ പെട്രോൾ പങ്ക് നോക്കി തന്നെയായിരുന്നു. അപ്പോൾ ഈ വഴി ഇങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോഴേക്കും ഒരു കോളേജ് ഉണ്ടായിരുന്നു. ഒരു കോളേജിൻ്റെ എൻട്രി, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ഓഫീസ് കണ്ടപ്പോൾ അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചോദിച്ചാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ്. അപ്പോൾ അവിടെ പോയി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കോളേജിൻ്റെ അകത്ത് നിന്നോളാൻ പറഞ്ഞു. നമുക്ക് കോളേജിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ പുറത്താണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. പെട്ടെന്ന് ഹൈവേന്ന് ഒരു ഗ്രാമത്തിലോട്ട് എത്തിയ ഒരു ആംബിയൻസ്. ചെറിയ ചെറിയ കടകളെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടേക്കണാണ്. കോളേജിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ. നമുക്ക് നാളെ ഇനി നേരത്തെ ഇവിടെ നിന്ന് എഴുന്നേക്കണം. രാവിലെ തന്നെ കോളേജിൽ പിള്ളേരൊക്കെ വരും. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസം തന്നെ ആയിരിക്കും. കാരണം ചുറ്റിനുള്ള കാഴ്ച കണ്ട. ഇവിടെ നിന്ന് ആ കാണുന്നത് കോളേജ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അത് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. അവിടെ കുറേ റൂമുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നേരെ കാണുന്നത് കോളേജ് ക്ലാസ്സുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഷെഡ് ഉണ്ട്. നമുക്കപ്പോൾ രാത്രി നല്ല മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെഡിൽ പോയിട്ടായാലും ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ അവിടെ അടിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്കും നമുക്ക് ഈ ഓപ്പൺ പ്ലേസിലാകുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണ്. പിന്നെ ഇവിടെ ഈ കോളേജിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു മന്ദിരം കൂടെ ഉണ്ട്. അതേ നമ്മുടെ കുട്ടൂസിനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ബാലസോറിലേക്ക് വെറും 90 കിലോമീറ്റർ മാത്രം. അപ്പോൾ ആ ചേട്ടൻ്റെ ലൊക്കേഷൻ നാളെ അയച്ച് മേടിച്ചിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററും കൂടി പോകാനുണ്ടാവുമെന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു 100-110 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ഓട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂരജ് എന്ന് പറയുന്ന ചേട്ടൻ്റെ അവിടെ, അതായത് ഒഡീഷയിലുള്ള ഒരു സൈക്ലിസ്റ്റാണ് ആ പുള്ളി. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അവിടെ എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ കോളേജിൻ്റെ ഇവിടെ തന്നെ വെള്ളത്തിൻ്റെ ചാമ്പ് ഇപ്പോൾ കണ്ട്. അതെന്തായാലും നന്നായി. ഇന്ന് ഓപ്പണായിട്ട് ഇന്ന് കുളിക്കാം. അങ്ങനെ ഒഡീഷയിലെ കോളേജിൽ വന്ന് ടെൻ്റ് അടിക്കാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു. നമുക്ക് ഇനിയുള്ള യാത്രയിൽ ഇതേപോലെയുള്ള കുറേ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടണം. ഈ കോളേജിൽ നല്ല രസമുണ്ട്. നല്ല ശാന്തതയോടുകൂടിയുള്ള ചെറിയൊരു കോളേജാണ് എങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിന്ന് കുട്ടൂസനെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്തിട്ട് നമ്മളിന്ന് ടെൻ്റ് അടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. 2 പേരുണ്ടല്ലോ, 2 പേരുടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി മഴയൊന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റണം, പൊക്കത്ത ഷീറ്റ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ രാത്രി ചൂടായിരിക്കുള്ളൂ. അപ്പോൾ ടെൻ്റ് അടിച്ചേക്കണേ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കോളേജും കണ്ടിട്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാം.